ഒരാൾക്കൊരു പാർപ്പിടം ഒരുക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഞാനെടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടീനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത് അവതരിപ്പിക്കുകയാണ്. മൻഗോവ മേറിലാൻഡ്, കൊരട്ടി ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ, പെരുമ്പി ജംഗ്ഷനിൽ നിന്ന് പെരുമ്പി നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരത്തിൽ, മെയിൻ PWD റോഡിൽ നിന്ന് 250 മീറ്റർ ദൂരത്തിൽ 2 ഏക്കറോളം വരുന്ന സ്ഥലം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കറക്റ്റ് ചെയ്ത് ഓരോ പ്രോപ്പർട്ടിയിൽ നിന്ന് കൃത്യമായിട്ട് മഴ പെയ്താൽ പ്രോപ്പർട്ടിയിലേക്ക് മെയിൻ റോഡിലേക്ക് വെള്ളം ഒഴുകാവുന്ന മെയിൻ ഇതിലിട്ടിരിക്കുന്ന ഇൻ്റേണൽ റോഡ്, ആ റോഡിലേക്ക് ഒഴുകാവുന്ന ദൂരത്തിൽ 5 മുതൽ 6 മീറ്റർ വരെ ടാർ റോഡ് ഫ്രണ്ടേജ്, എല്ലാ പ്രോപ്പർട്ടിയിലേക്കും വാട്ടർ കണക്ഷൻ, കറണ്ട് കണക്ഷൻ എല്ലാം ഫ്രീ ആയിട്ട് നല്ലൊരു ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ലാൻഡ്സ്കേപ്പിംഗ് ആണ്. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ കൂടുതലായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടാൽ നല്ലതായിരിക്കും. കാരണം ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും സാധ്യതയുള്ള സാധനമാണ്. ഇന്നിവിടെ നമ്മൾ പെർ സെൻറ്റ് 2,60,000 രൂപ പെർ സെൻറ്റിന് കൊടുക്കുന്നു. അത് ഇനി അടുത്ത വർഷമാകുമ്പോൾ 5 ലക്ഷം രൂപ വരെ വാല്യൂ ആഡ് ചെയ്യാൻ വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. കാരണം ഇവിടെ 3-4 പ്ലോട്ടുകളോളം വിറ്റ് പോയിട്ടുണ്ട്. അതിലൊക്കെ വീട് അടുത്ത് തന്നെ വരും. അപ്പോൾ ഇതൊരു നല്ലൊരു റെസിഡൻഷ്യൽ അവന്യൂ ആയിട്ട് സെറ്റപ്പ് ആവും. അപ്പോൾ സെറ്റപ്പ് ആവുന്ന മുറയ്ക്ക് ഇതിൻ്റെ വാല്യൂം മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് തന്നെ നല്ലൊരു പ്ലാനാണിത്, ബെസ്റ്റ് ഒരു പ്ലാനാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ അങ്ങനെ ഷെയർ ചെയ്യുകയാണ് എല്ലാ ഡീറ്റെയിലോട് കൂടിയിട്ട്. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം. മൻഗോവ മേറിലാൻഡ്, പെരുമ്പി നാഷണൽ ഹൈവേയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം ദൂരം. പെരുമ്പി നാഷണൽ ഹൈവേയിൽ നിന്ന് കോനൂർ റൂട്ടിലേക്ക് വരാം. വഴി നല്ല വീതി കൂടിയ വലിയ വഴിയാണ്, നല്ല റോഡ് സൗകര്യം, നല്ല ഫെസിലിറ്റി. പെരുമ്പിയിൽ നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് കോനൂർ വഴി വരുമ്പോൾ നല്ല ദൃശ്യമനോഹരമായ കാഴ്ചകളാണ്. ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന പാടങ്ങൾ, വിത്ത് വിതയ്ക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന പാടങ്ങൾ കടന്ന് നല്ല രസകരമായിട്ടുള്ള റൂട്ട്. പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വെറും 2 കിലോമീറ്റർ മാത്രമാണ്. അങ്ങനെ കോനൂർ ജംഗ്ഷൻ എത്താറായി. നല്ല സ്ട്രെയിറ്റ് റോഡ്, നല്ല വീതി കൂടിയ കണ്ടെയ്നർ പോകാൻ സൗകര്യത്തിലുള്ള 10 മീറ്റർ റോഡാണ്. കോനൂർ ജംഗ്ഷൻ എത്തി. കോനൂർ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ വലത്തോട്ട് തിരിയാം. കോനൂർ ഒരു ചെറിയ ജംഗ്ഷനാണ്, ഒരു 1 കിലോമീറ്റർ അകലെ, പെരുമ്പിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ജംഗ്ഷൻ. വലത്തോട്ട് തിരിയാം. കോനൂർ ജംഗ്ഷൻ കടന്ന് ഒരു 300 മീറ്റർ കടന്നാൽ കോനൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് എത്തി മുന്നോട്ട് വീണ്ടും പോകാം. പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്ന് മുന്നോട്ട് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ കോനൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്ന് വേറെ ഒരു 100 മീറ്റർ മാത്രം മുന്നോട്ട് വന്നാൽ ഫസ്റ്റ് ലെഫ്റ്റ്, ഒരേ ഒരു ലെഫ്റ്റേ ഉള്ളൂ, എലവങ്കുന്ന് റോഡ്. ഫസ്റ്റ് ലെഫ്റ്റ് എലവങ്കുന്ന് റോഡ്. അപ്പോൾ കോനൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം ദൂരത്തിൽ ഇവിടെ ബോർഡ് കാണാം, മൻഗോവ മേറിലാൻഡിൻ്റെ ബോർഡ് കാണാം. അവിടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ സൈഡിൽ ആണ്. ഈ റോഡ് ഒരു 250 മീറ്റർ മുന്നോട്ട് പോകണം. നമ്മൾ 250 മീറ്റർ മാത്രം മുന്നോട്ട് വന്നു. ആ സെയിം റോഡിൻ്റെ സൈഡിൽ കാണുന്ന പ്രോപ്പർട്ടി മൻഗോവ മേറിലാൻഡ്. ഇവിടെ നല്ല വലിയ വീടുകളൊക്കെയാണ് ചുറ്റും, നല്ല അയൽവക്കങ്ങളാണ്, നല്ല ഹൈ ക്ലാസ് ഫാമിലികൾ താമസിക്കുന്ന ഒരു ഏരിയ മാത്രം. നല്ല ഇനി ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള എൻട്രിയാണ് ഈ കാണുന്നത്, പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രി. നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് എത്തി. അപ്പോൾ പെരുമ്പി നാഷണൽ ഹൈവേയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം ദൂരം, 1 കിലോമീറ്റർ അകലെ, 1 കിലോമീറ്റർ ജസ്റ്റ് കൂടുതലുണ്ട്, 1 കിലോമീറ്റർ 100 മീറ്റർ ദൂരം. അത് കോനൂർ ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് 1 കിലോമീറ്റർ താഴെ മാത്രം ദൂരത്തിൽ കോനൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് കടന്ന് ഫസ്റ്റ് ലെഫ്റ്റ് കടന്ന് 250 മീറ്റർ മാത്രം ദൂരത്തിൽ ഉള്ള പ്രോപ്പർട്ടി മൻഗോവ മേറിലാൻഡ്. ഞാൻ ഈ റോഡ് കൃത്യമായിട്ട് ആക്സസ് ചെയ്തതാണ്. കൊരട്ടി നാഷണൽ ഹൈവേ ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഏറ്റവും നല്ല സുഖമാണ്. കൊരട്ടി ജംഗ്ഷൻ കടന്ന് ഒരു 200 മീറ്റർ അകലെയുള്ള ഇൻഫോ പാർക്ക്, അത് കഴിഞ്ഞ് ഒരു 200 മീറ്റർ അകലെയുള്ള കിൻഫ്ര, അത് കഴിഞ്ഞ് ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞ് കോനൂർ ജംഗ്ഷൻ, ദെൻ നമ്മുടെ പ്രോപ്പർട്ടി മൻഗോവ മേറിലാൻഡ്. കൊരട്ടി ഒരു അടിപൊളി ജംഗ്ഷനാണ്.
ഇൻഫോ പാർക്ക്, കൊരട്ടി ഇൻഫോ പാർക്ക്. ഇത് കൊരട്ടി ജംഗ്ഷനിൽ നിന്ന് വെറും 100 മീറ്റർ 200 മാത്രം മീറ്റർ ദൂരത്തിലാണ്. മൻഗോവ മേറിലാൻഡിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് കൊരട്ടിയിൽ നിന്നുള്ള ആക്സസ് തന്നെയാണ്. കൊരട്ടിയിൽ നിന്ന് ഇൻഫോ പാർക്ക് കടന്ന് കിൻഫ്ര കൂടി, ഇതാണ് കിൻഫ്ര, കൊരട്ടി കിൻഫ്ര. 5000-ഓളം ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൊരട്ടി കിൻഫ്ര. കൊരട്ടി ജംഗ്ഷനിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കിൻഫ്ര പാർക്കാണത്. ഇപ്പോൾ ഈ കിണറിൽ നിന്നാണ് നമ്മൾ ആ കിണറിൻ്റെ പിന്നിൽ കാണുന്ന കാലുകളില്ലേ, അത് ടാങ്കിനുള്ളതാണ്. ഒരു 50 ടാങ്ക് നമ്മൾ അറേഞ്ച് ചെയ്യും. എന്നിട്ട് ആ ടാങ്കിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എല്ലാ പ്ലോട്ടിലേക്കും സപ്ലൈ കൊടുക്കും. ഈ കിണറിൽ നിന്ന് വെള്ളം ടാങ്കിലേക്ക് അടിച്ച് കയറ്റിയിട്ട് ആ ഇതിൽ നിന്ന് നമ്മൾ എല്ലാ സപ്ലൈകളും കൊടുക്കും. അപ്പോൾ പിന്നെ ഓരോ പ്ലോട്ടിലും വേറെ കിണർ കുത്തേണ്ട ആവശ്യം വരില്ല. കാരണം ഇപ്പോൾ ഒരു 7 സെൻറ്റ് 8 സെൻറ്റുള്ള പ്ലോട്ടിൽ കിണർ കുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലല്ല. കാരണം അത്ര സ്ഥലം പോകും, പിന്നെ വീടിൻ്റെ സാധനങ്ങളൊക്കെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ വാട്ടർ സപ്ലൈ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. പിന്നെ കറണ്ട് ഇപ്പോൾ ഓൾറെഡി ആയി കഴിഞ്ഞു. പിന്നെ എല്ലാം ബൗണ്ടറൈസ് ചെയ്യും, സെക്യൂരിറ്റി. പിന്നെ ഈ പ്ലോട്ട് നമ്മൾ റിസർവ് ചെയ്യാണ്. ഈ പ്ലോട്ട് റിസർവ് ചെയ്യാം. ഇത് ഏകദേശം ഒരു 10 സെൻറ്റുള്ള പ്ലോട്ടാണ് ഈ പ്ലോട്ട്. ഇത് റിസർവ് ചെയ്തിട്ട് ഇതിൽ ഒരു ചിൽഡ്രൻസ് പാർക്കും ഹെൽത്ത് ക്ലബ്ബും വയ്ക്കുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റിക്ക് ഒരു അറേഞ്ച്മെൻറ്റ്സും അതുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യം ഇതിൻ്റെ വിലയാണ് അട്രാക്റ്റീവ്. കാരണം ഇപ്പോൾ അടുത്ത വർഷം 5 ലക്ഷം രൂപ വില വരാൻ സാധ്യതയുള്ള സാധനം നമ്മൾ ഏകദേശം പകുതി കണക്കാക്കി. ഇപ്പോൾ 260 കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ആ തരത്തിൽ തന്നെ 2 പ്ലോട്ട് വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്താ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യതയാണ് ഏറ്റവും വലിയ കാര്യം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു വലിയ സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത വർഷം വരെ ഈ വീടുകളുടെ പണി പൂർത്തിയാവുന്ന മുറയ്ക്ക് ഇവിടെ ഇതിൻ്റെ വില കൃത്യമായിട്ട് ഇരട്ടിക്കും ആ രീതിയിൽ. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ആ മറ്റേ ബ്രോഷർ അവിടെ തന്നെ, അതിൻ്റെ ഇത് അവിടെ തന്നെ വെച്ചിരിക്കുന്നത്, ഡീറ്റെയിൽ അവിടെ തന്നെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഡിസൈൻ കിട്ടും. അതിൻ്റെ പ്രകാരമേ കൃത്യമായിട്ടൊരു ഡിസൈൻ കിട്ടും. പ്ലോട്ടുകളൊക്കെ എല്ലാം തന്നെ 50 അടി തന്നെ ഫ്രണ്ടേജ് കണക്ട് ചെയ്തേക്കുന്നതാണ്. എല്ലാം 50 അടി ഫ്രണ്ടേജ് കറക്റ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ റോഡ് എന്ന് പറയുന്നത് 5 മീറ്റർ തുടങ്ങി 6 മീറ്റർ വരെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ 17 അടി മുതൽ 20 അടി വരെ നമ്മൾ റോഡ് ഇട്ടിട്ടുണ്ട്. 2 ലോറിക്കായാലും സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാവുന്ന സൗകര്യത്തിൽ ഉണ്ടാക്കണം. ഇന്നത്തെ കാലഘട്ടം കൊണ്ട് അത് തന്നെ നല്ലതേ. ഇത് 10 ആ കോർണറിലെ പ്ലോട്ട് 10 സെൻറ്റ് സ്ഥലത്തോളമാണ്. ആ കോർണറിൽ അത്യാവശ്യം വലുതാണ്. ആ കാറ് ചെന്ന് അവസാനിക്കുന്നതില്ലേ, ഓടി കിടക്കണതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പ്ലോട്ട് അങ്ങോട്ട് കയറിക്കോളും. അവിടെ താഴെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ കിടക്കുന്ന മുകളിൽ തന്നെ വരുന്ന 10-12 പ്ലോട്ടുകൾ ഒറ്റ സ്റ്റെപ്പാണ്. ഇവിടെയാണ് ഇതിൻ്റെ ആത്മാവ് കിടക്കണത്. ഈ പ്രോപ്പർട്ടിയുടെ ആത്മാവ് കിടക്കുന്നത് ഇതാണ്. ഈ മുകളിൽ ചെല്ലുമ്പോഴാണ് നല്ല രസമായിട്ടുള്ള സ്ഥലം ഇവിടെയാണ് ശരിക്കും. ഇതിപ്പോൾ 2 ഏക്കറോളം വരുന്ന പ്ലോട്ട് തന്നെയാണ്. ഫുള്ള് റബ്ബർ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഏകദേശം ഒരു 10-35 സെൻറ്റ് സ്ഥലത്തോളം വഴിക്ക് തന്നെ പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ആ പ്ലോട്ട് റിസർവ് ചെയ്യുമ്പോൾ 10 സെൻറ്റ് അതിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ 260 കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരുമിച്ച് പോയാലേ കാര്യമുള്ളൂ. പക്ഷേ ഞാൻ ഇതിന് നല്ലൊരു മോഹത്തിൽ കണ്ടേക്കുന്ന ഒരു സാധനമാണ്. കാരണം കൊരട്ടിയിൽ നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സ് പോലത്തെ ആളുകളെ, നല്ല ആളുകളെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ബ്രാൻഡാണ്. ഇനി ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു ബ്രാൻഡാണ്. അതാണ് അതിൻ്റെ കാര്യം.
ഞാൻ മാസ് ലൈറ്റ് ഒന്ന് ഇട്ടിട്ട് വരട്ടെ കേട്ടോ. മാസ് ലൈറ്റ് ഒന്ന് ഇട്ടിട്ട് വരട്ടെ. സെക്കൻഡ് കേട്ടോ. പ്രോപ്പർട്ടി എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? മണ്ണ് എടുക്കാത്തത് കൊണ്ട് ആ ഒരു ലാൻഡ്സ്കേപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തതിന്റെ ഒരു ഭംഗി. അതെ അതെ അതെ, അതിന് ഞാൻ സഫറിങ്സ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഒരു 30-35 ലക്ഷം രൂപയുടെ മണ്ണ് ഇതിൽ ഓൾറെഡി ഉണ്ട്. ഞാനത് എടുക്കാതിരുന്ന് ഞാൻ പൈസ ലാഭിക്കാൻ, ആ പൈസ ലാഭിച്ചതല്ല, ഇതിന് ഏറ്റവും വലിയ ഫ്യൂച്ചർ കണ്ടതാ. കാരണം എനിക്ക് ലാൻഡ്സ്കേപ്പിന് നല്ലൊരു ഭംഗി തരുന്നുണ്ട്. ഓക്കെ 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 ലാൻഡ്സ്കേപ്പും ഉണ്ട്, പിന്നെ ഒരു പ്രൈവസി ഉണ്ടല്ലോ, നല്ല ഗ്രീനറി, അതായത് ചുറ്റും നല്ല ഗ്രീനറി, നല്ല പ്രൈവസി ഉണ്ട്. മാത്രമല്ല ഇതിപ്പോൾ ഒരു അവന്യൂ സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ഫുള്ള് കോമ്പൗണ്ടിങ്ങും സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രൈവസി ഉണ്ട്, ആ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി കൂടി വരുന്ന സമയത്ത് അത് ഭംഗിയായിക്കോളും. അങ്ങനെ ഒരു രീതിയാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി വാട്ടറിന് മറ്റേ കിണർ അന്വേഷിക്കേണ്ട, ആ വാട്ടർ ഓൾറെഡി ഉണ്ട്. നമുക്ക് പൈപ്പ് കണക്ഷൻസ് ഇതിൽ തന്നെ എല്ലാം നമ്മുടെ തന്നെ കിണറിൽ നിന്നുള്ള കണക്ഷൻസ് ഒന്ന്. പിന്നെ ഇപ്പോൾ ഓൾറെഡി കറണ്ടൊക്കെ നമ്മൾ വലിച്ചു കഴിക്കും. പിന്നെ കോമ്പൗണ്ടിങ് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ആ നമുക്ക് എക്സ്ട്രാ പ്രിവിലേജ് ആയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കും അതും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു 250 മീറ്റർ അകലെ പോയി കഴിഞ്ഞാൽ 250 മീറ്റർ അകലെ 6 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടിയാണ്. അതിന് പോലും ഇത്ര സെക്യൂരിറ്റി, ഇത്ര ഭംഗി ഉണ്ടാവില്ല, പ്രൈവസി ഉണ്ടാവില്ല. അതാണ് നമ്മൾ ഈ പകുതി റെസിഡൻസി കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം ഈ സമയത്ത് എന്ന് പറയുന്നത് ഈ 5 രൂപയ്ക്ക് തന്നെ കയറും. അപ്പോൾ ഈ ഒരുത്തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ വേറെ സ്ഥലമൊന്നും മേടിക്കണ്ട, മേടിച്ചിട്ട് വേണമെങ്കിൽ മറച്ചു കൊടുക്കാവുന്ന ഒരു സൗകര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന വാക്കുകളൊക്കെ അന്ന് പൊന്നായിട്ട് വരുന്ന സമയത്താണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ, അതിൻ്റെ ഒരു രസമായിട്ട് വരുന്നത് ശരിക്കും. അപ്പോൾ അത് അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ശരിക്കും ഫോർവേഡ് മുന്നോട്ട് പോകാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, എന്നാൽ താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഇത് കൊളംബിയർ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഉടമസ്ഥനാണ്. ഇത് ഇലക്ട്രിഫിക്കേഷൻ കൂടുതലായിട്ട് ചെയ്യുന്ന KSEBിയുടെ എല്ലാ സൗരോർജ ചാർജ് സ്റ്റേഷനുകളും, മറ്റേ സോളാർ ചാർജ് സ്റ്റേഷനും മറ്റുള്ള എല്ലാ ചാർജ് സ്റ്റേഷനും അദ്ദേഹത്തിൻ്റെയാണ്. പിന്നെ ഇലക്ട്രിഫിക്കേഷൻ കമ്പനികൾ സോളാർ ഫുള്ളായിട്ട് ചെയ്യുന്നു. കേരളത്തിൽ ഡെവലപ്പിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ മുതലാളി ഈ നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ വന്നിരിക്കുന്നു. മുതലാളി വേറെ ആരുമല്ല, എൻ്റെ കുഞ്ഞളിയൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ വൈകുന്നേരങ്ങളിലൊന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പരസ്യം കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് ഞാനൊന്ന് ചെയ്തേക്കാണ്. നമസ്കാരം. അപ്പോൾ എല്ലാവിധ ആശംസകളും ഒന്ന് അളിന് നേർന്നേക്ക്. തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പാർട്ടിയിൽ ഡെവലപ്പ് ചെയ്ത പ്രോപ്പർട്ടി, മധുരപ്പള്ളിയിൽ ഡെവലപ്പ് ചെയ്ത പ്രോപ്പർട്ടിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇത്. കാരണം അട്രാക്റ്റീവ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാൻഡ്സ്കേപ്പിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് പോലെയാണ്, ഒരു പ്രോപ്പർട്ടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബുദ്ധിമുട്ടുണ്ടാകാൻ വഴിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കുറഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ എല്ലാ പ്രോഗ്രസ്, എല്ലാ ഉയർച്ചയുണ്ട്, ഡെവലപ്മെൻറ്റ്സും ഉണ്ടാവും, ഫുൾഫിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം എല്ലാവരും വാങ്ങിച്ച് പ്രോപ്പർട്ടി ഇത് വില്ലാസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ വിചാരിച്ചിരിക്കുന്ന, നമ്മൾ അഷുർ ചെയ്തിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിലേക്ക് താങ്കളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞേക്കാം അളിയൻ എന്തായാലും. കൺഗ്രാജുലേഷൻസ്. ഓക്കെ.